അങ്ങനെ ബി ജെ പിയുടെ 2 വനിതകൾക്ക് തീരുമാനമായി. ഒന്ന് ശോഭാ സുരേന്ദ്രൻ. എത്ര മണ്ഡലമാണ് കേരളത്തിൽ പറഞ്ഞത്? വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത്, ആലപ്പുഴയിൽ ഹരിപ്പാട്, കായംകുളം, ആലപ്പുഴ, ചേർത്തല, ഒല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്. എന്തൊരു ബഹളമായിരുന്നു. അവസാനം പവനായി ശവനായി എന്നൊക്കെ പറഞ്ഞ പോലെ, ശവമായി പവനായി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പരിപാടി തീരുമാനമായി. പ്രശാന്ത് ശിവൻ എന്തായാലും സീറ്റിൽ, അദ്ദേഹത്തിന് ജിമ്മിൽ തുടർന്ന് പോകാം, അസംബ്ലിയിൽ അതിൻ്റെ ആവശ്യമില്ല. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നു. ഏകദേശം കേന്ദ്രത്തിൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മത്സരിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കെ സുരേന്ദ്രൻ ഉടുപ്പടിച്ചപ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ വിളിച്ച് പറഞ്ഞ് ഉടുപ്പ് ഊരിയിട്ടരെ നേരെ മഞ്ചേശ്വരത്ത് വെച്ച് പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തുണ്ട്. ഈ സമയത്താണ് പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ വന്ന് ചേട്ടനെതിരെ മത്സരിക്കാമെന്ന് പറഞ്ഞ് അത് വേണ്ട, ചേട്ടനും അനിയനും ഒന്നും വേണ്ട, ഇവിടെ അതൊക്കെ വീട്ടിൽ മുരളീരവത്തിലാണ് അതൊക്കെ പരിപാടികൾ, നിങ്ങൾ നേരെ തൃശ്ശൂർ മത്സരിക്കാൻ പറഞ്ഞു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലും പാലക്കാട് ശോഭാ സുരേന്ദ്രനും. 2 കാര്യങ്ങൾ അതിലൂടെ ഉണ്ട്. ഒന്ന്, തിരുവനന്തപുരത്തൊരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നേമം രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ശ്രീലേഖ അല്ലെങ്കിൽ കൃഷ്ണകുമാർ, തിരുവനന്തപുരം സെൻട്രൽ, കാട്ടാക്കട, ഇങ്ങനെ ഒരു ബെൽറ്റ് തിരുവനന്തപുരത്ത് നല്ലൊരു ബെൽറ്റ്. മധ്യ തിരുവിതാംകൂറിൽ പോകുമ്പോൾ പാല, ഷോൺ ജോർജ്, പിന്നെ പൂഞ്ഞാർ, പിന്നെ പി സി ജോർജ്, അങ്ങനെ ഒരു ബെൽറ്റ്. പിന്നെ 2020യുടെയൊക്കെ ഒരു ബെൽറ്റ്. അത് കഴിഞ്ഞാൽ മടക്കോട്ട് പോയി കഴിയുമ്പോൾ ഈ തരത്തിലൊരു ബെൽറ്റ്. ഇങ്ങനെ വിവിധ ബെൽറ്റുകൾ തീർത്ത് വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എല്ലായിടത്തും ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് തന്നെയാണ് നമ്മുടെ NDA തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ കോൺഗ്രസിൻ്റെ കാര്യം ഇന്ന് എന്താവുമെന്ന് അറിയത്തില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ കഴിയില്ല. ഇനി സ്വതന്ത്രനായി മത്സരിച്ചാലും കെട്ടിവെച്ച കാശ് കിട്ടത്തില്ല. അപ്പോൾ ആരായിരിക്കും കോൺഗ്രസിൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥി? ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് പാലക്കാട്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നറിയാനൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ PK ശശി അങ്ങോട്ട് പോയ സാഹചര്യത്തിൽ സ്വതന്ത്രനായ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി PK ശശി മത്സരിക്കുമോ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ UDFന് വേണ്ടി എന്നറിയണം. LDFന് ഇനി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് നേരത്തെ അവിടെ ഡോക്ടർ ഷെറിൻ അവിടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നറിയില്ല. എന്തായാലും ആര് സ്ഥാനാർത്ഥിയിൽ LDFന് അവിടെ പാലക്കാടൊന്നും ചെയ്യാനില്ല. അവർ പലപ്പോഴും 3ാം സ്ഥാനത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് അവിടെ LDFനൊന്നും ചെയ്യാനില്ല. UDFും അതുപോലെ തന്നെ BJPയുമാണ് പാലക്കാട് മത്സരിക്കുക. ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് പാലക്കാട് കാണുന്നത്. പത്മജ വേണുഗോപാലിൻ്റെ വിജയത്തിൻ്റെ കാര്യം 2-3 ഘടകങ്ങൾ പത്മജ വേണു അനുകൂലമാണ്. ഒന്ന്, അവിടെ പിന്നെ സുരേഷ് ഗോപി നന്നായി വോട്ട് പിടിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. 2, പത്മജ വേണുഗോപാലിൻ്റെ സ്വന്തം തട്ടകമാണ്, സ്വന്തം നാടാണ്, കരുണാകരൻ്റെ മകളാണ്. അതുപോലെ തന്നെ MC വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂർ നഗരസഭ ചെയർപേഴ്സണായിരുന്ന MC വർഗീസ് ന്യൂനപക്ഷക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ BJPയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അനുകൂലമായി BJPക്ക് വന്നാൽ തീർച്ചയായിട്ടും വലിയ സാധ്യതയാണ് BJPക്ക് തൃശ്ശൂർ കാണുന്നത്. സുരേഷ് ഗോപി എഫക്റ്റ് അസംബ്ലിയിലേക്ക് വ്യാപിച്ചാൽ തീർച്ചയായിട്ടും പത്മജ വേണുഗോപാലും ജയിക്കാൻ സാധ്യതയുണ്ട്. പത്മജ വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും ജയിക്കുകയാണെങ്കിൽ കേരള അസംബ്ലിയിൽ 2 വനിതാ രത്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാലം തീരുമാനിക്കട്ടെ. ശ്രീധരനെ തോൽപ്പിച്ച നാടാണ് പാലക്കാട്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? ശോഭ ചേച്ചി ജയിക്കുമോ, പത്മ ചേച്ചി ജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.